ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇത് സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നൊരു പൊറോട്ടയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, സാധാരണ പൊറോട്ടയെക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. മൈദ അളന്നിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പൂരിയുടെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന മാവിൻ്റെ അത്രയും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യാൻ കാരണം തന്നെ കുറച്ച് ടൈറ്റായിട്ടുള്ള മാവ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മാത്രം നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ എന്ത് ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഈ സമയത്തൊന്നും നിങ്ങൾ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിൻ്റെ ആ ലെയറുകളൊന്നും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. ഇത് വളരെ ചെറുതാക്കിയിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം, കുറച്ച് വലിയതാക്കിയിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച സമയത്തൊന്നും ഓയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് മൈദ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചുരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുരുട്ടിയിട്ട് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതുപോലെ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തണ്ട. ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്ത് മസാലയാണോ വെക്കേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഞാനിവിടെ കറി വെച്ചിട്ടുള്ള കടല ബാക്കിയുള്ളതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കടലയിലേക്ക് നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അതുപോലെ തന്നെ ഗരം മസാല, മുളക് പൊടിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്, എന്നാൽ നല്ലതാണ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അപ്പോൾ നമ്മൾ ഒന്ന് ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. വേറൊരു പൊറോട്ട കൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഇനി ഇത് ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ആണ്. ചിക്കൻ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കനോ ബീഫോ വെജിറ്റബിൾസോ ഒക്കെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പം മറ്റൊരു പൊറോട്ട വെച്ചിട്ട് നമ്മൾ മേലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ പൊറോട്ട ചുട്ടെടുക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടേനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓയിൽ വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പാനിൽ സാധാരണ രീതിയിൽ നിങ്ങൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അടയുടെ ഷേപ്പിലും വേണമെങ്കിൽ നമുക്ക് മടക്കിയെടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കിയെടുക്കാം. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ചൂടോട് കൂടി കഴിക്കാൻ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാവും ഉണ്ടാവുക. ഉള്ളിൽ ആ ഒരു ഫില്ലിങ്ങും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇനി എന്തെങ്കിലും ഫിഷിൻ്റെ എന്തെങ്കിലും ഫില്ലിംഗ് ആണെങ്കിൽ മീനൊക്കെ പൊരിച്ചൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റഫ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കണില്ല കേട്ടോ, വെറുതെ സമയം വേസ്റ്റായി പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.